ഇതാ ഞങ്ങളുടെ ഓണം കിറ്റ് എത്തി കേട്ടോ. ഇത് ഫ്രഷ് ഹോമിൽ നിന്ന് വരുത്തിയതാണ്. ഓണത്തിനുള്ള പച്ചക്കറിയും സാധനങ്ങളും ഒക്കെയാണ്. ഇതാ ഇല വരെ എത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇതിനകത്ത് എന്തൊക്കെയാണ് സാധനങ്ങളിൽ. പച്ചക്കറികളാണ് സദ്യ വയ്ക്കാനുള്ള സാധനങ്ങളെന്നാണ് അവർ പറഞ്ഞത്. അവർ ലിസ്റ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഏതായാലും ഇതെന്താണ്, പാക്കാണിത്. അപ്പോൾ നമുക്കിത് തുറന്നു നോക്കാം. സിദ്ധു ഇത് പാക്ക് ചെയ്തേക്കടാ, ഒട്ടിച്ച് വെച്ചേക്കാം ഈ കവറ്. ഇത് തുറക്കണം. അപ്പോൾ നമുക്ക് തുറക്കാം. നല്ല കവറായിരുന്നു, പക്ഷേ ഇത് മുറിക്കാതെ നമുക്ക് രക്ഷയില്ല. ഓക്കേ, അപ്പം ഞാൻ ഓരോന്നായിട്ട് തുറക്കാം. അപ്പം ഞാൻ തുറന്ന് നോക്കാം കേട്ടോ. ഓരോന്നായി നമുക്ക് നോക്കാം. ഒരു പാക്കായിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താ നോക്കട്ടെ. ബീട്രൂട്ട്, അതായത് 3 ബീട്രൂട്ടിൻ്റെ ഇതിനകത്ത്. അയ്യോ, ഈ ബീട്രൂട്ട് നോക്കൂ എങ്ങനെയാണ്. 3 ബീട്രൂട്ട്. അടുത്തത് എന്താന്ന് നോക്കട്ടെ. ചെറിയ ഉള്ളി, നമ്മുടെ നാടൻ ഉള്ളി കേട്ടോ. നാട്ടിലെ ചെറിയ ഉള്ളി. വളരെ കുറച്ചേ ഉള്ളൂ, എല്ലാം കുറച്ച് കൂട്ടാൻ. 4 പേർക്കുള്ള കൂട്ടാനുള്ള സാധനങ്ങളെന്നാണ് അവർ പറഞ്ഞിരുന്നത്. ഇനി അടുത്തത് ഇതെന്താണ്, ഇഞ്ചി. എൻ്റെ അമ്മി, ഇത് എന്ത് വലിയ ഇഞ്ചിയാ. ഒയ്യോ, ഇതാണ് ഏറ്റവും വലുത്. വളരെ മുഴുത്ത കേട്ടോ ഇത്. പക്ഷേ ഇതിൽ കൂടി അത്ര വലുതായിട്ട് തോന്നുന്നില്ല. പക്ഷേ ഇത് വളരെ, നമ്മൾ സാധാരണ ഇഞ്ചിയേക്കാളും വലിയ ഒരാളുടെ ഷേപ്പിലല്ലേ. അങ്ങനെ 2 കഷ്ണം ഇഞ്ചി. നീങ്ങട്ടെ. ഇത് ഉള്ളി. ഇതെന്താണ് അടുത്തത്. എല്ലാം ഇങ്ങനെ പാക്ക് ചെയ്തേക്കും കേട്ടോ ഓരോരോ. അങ്ങനെ ചുമ്മാ ഇട്ടേക്കല്ലേ. ഇത് പച്ചമുളക്. ഓക്കേ, പച്ചമുളക്. എന്തോരത്തെ പച്ചമുളകുണ്ട്. ഇത്രയും പച്ചമുളകുണ്ട്. പച്ചമുളക് ഇവിടെ. ഓക്കെ, പച്ചമുളകായി. ഉള്ളിയായി. ഇത്രയേ ഉള്ളൂ ഉള്ളി. അയ്യോ, 4-5 ഉള്ളി ഇല്ല. അതിന് ശേഷം ഇനി അടുത്തത് എന്താണ്, ഒരു പാക്കറ്റ്. അപ്പോൾ ഓരോന്നായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ശരിയാണ്. ഞാൻ എല്ലാം കൂടെ എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് വലിയ കോവയ്ക്കയാണ്. നല്ല ഫ്രഷ് കോവയ്ക്ക കേട്ടോ. നല്ല ഫ്രഷായിട്ടുണ്ട്. ഈ ദുബായിലും ഇത്രയും ഫ്രഷായിട്ടൊക്കെ പച്ചക്കറി കിട്ടുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഇനി ഇത് 3 ബാഗ് തുറക്കാനുണ്ട് എനിക്ക്. 3 ബാഗ്. അപ്പോൾ ഞാനിത് തുറന്ന് എല്ലാം കൂടെ ആക്കി നിങ്ങളെ കാണിച്ചു തരാം. ഇത് ഇലയാണ്, 4 പേർക്കുള്ള ഇല. പിന്നെ അതിനകത്ത് പായസം എന്നാണ് പറഞ്ഞേക്കണേ. പായസം റെഡിയാണ് എന്നാണ് പറഞ്ഞത്. നോക്കട്ടെ കേട്ടോ, ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഇതാണ് ഒരൊറ്റ പാക്കറ്റിൽ ഇത്രയും സാധനങ്ങൾ. തക്കാളി, ടൊമാറ്റോ, ബീട്രൂട്ട്, ഇഞ്ചി, ചെറിയ ഉള്ളി, കോവയ്ക്ക, കായ, പച്ചമുളക്, പൊട്ടറ്റോ. ഇത്രയാണ് ഒരു കിറ്റിനകത്തുള്ളത്, ഒരു പ്ലാസ്റ്റിക് തേയിലയിലുള്ളത്. ഇനി അടുത്ത 2 തുറക്കാണ്ട് അത് തുറന്നു കഴിഞ്ഞ് ഞാൻ കാണിച്ചു കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എല്ലാം അരിഞ്ഞ സാധനങ്ങൾ കേട്ടോ. തോരൻ, ക്യാബേജ് തോരൻ. ഇത് വന്ന് എന്തിനാ, സാമ്പാറിന് അവിയലിനോ ഏതാണ്ട്. ഈ ക്യാബേജ് 2. എന്തിനാണാവോ ക്യാബേജ് നമുക്ക് എത്ര ഇഷ്ടമില്ല ആർക്കും. പക്ഷെ ക്യാബേജ് 2 കിട്ടിയിട്ടുണ്ട്. ഇത് സാമ്പാർ. ഈ 2 സാമ്പാറും അവിയലിൻ്റെയും കഷ്ണം ഒരുമിച്ചാണ്. ഇല്ല, ഈ 2 അവിയൽ, ഈ 2 തോരൻ. ഇത് വന്ന് നമ്മുടെ ഇത് ദഹി.
അപ്പോൾ അങ്ങനെ അടുത്ത പഴം തുറന്നിരിക്കുകയാണ്. ഇത് നമുക്ക് നോക്കാം. ഇത് തേങ്ങ ചിരകിയത് റെഡി ആയതാണ്. ഇതെന്തോന്നാണ്? ഹോൾസം. ഇത് വന്ന് മട്ട റൈസ്, 1/2 കിലോയുടെ അരി. ഇത് പായസം മിക്സ്, പപ്പടം, ഉപ്പേരി, കുറച്ച് ഉപ്പേരി, ശർക്കര വരട്ടി, 4-8 കറി ഉപ്പേരി. ഇത് മുളക് വറക്കാനുള്ളത്. പിന്നെ ഇതെന്താണ് നോക്കട്ടെ. ഇത് നമ്മുടെ ചെറുപഴം, 3 ചെറുപഴം, 4 ചെറുപഴം, 4 പേർക്കുള്ളതാണ്. അതുകൊണ്ട് 4 ചെറുപഴം. പിന്നെ ഇതെന്തോന്നാണ്? വെളുത്തുള്ളി, 3 വെളുത്തുള്ളി. വെളുത്തുള്ളി എന്നാ കാര്യത്തിനാണോ? ഇതെന്തോന്നാണ്? ഇതെന്നാ സംഗതി? ഒരു കഷ്ണം ചേന, 1 കഷ്ണം. വെള്ളരിക്ക, കുമ്പളങ്ങ, മത്തങ്ങ. ഇത്രയാണ് വേറുകൾ. അപ്പം നമ്മുടെ 3 കറിലെയും കൂടെ സാധനങ്ങളാണ് ഒരു സദ്യക്കുള്ള സാധനങ്ങൾ. ഇതെല്ലാം നോക്കൂ. ഇതെല്ലാം 4 പേർക്കുള്ള സാധനങ്ങളാണ്. 4 പേർക്കുള്ള ഇല. ഇനി അടുത്തത് നമുക്ക് ഇതാണ് നോക്കാം. ഇതിനകത്ത് എന്താ നോക്കാം. ഇതും കവറിനകത്താണ്. എത്ര സാധനങ്ങളാണോ? ഇതാ പായസം. ഇത് പായസം, പാലട ഒരു പായസം. അടുത്തത് ഇത് പാലട പായസം, 2 പാക്കറ്റ്. പാലട 3. സിദ്ധു, ഇത് 3 പേർക്കുള്ളതാണോ? ഇതാ 3 കുപ്പി പായസം. പക്ഷേ പായസം 3 ഉള്ളൂ. അതെന്ത് പറ്റിയപ്പം? പായസം 3, 4 പേർക്കുള്ള സദ്യ എന്നാണ് അവർ പറഞ്ഞത്. ഇതുള്ള സാധനങ്ങൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ പായസം 3 കിട്ടിയുള്ളൂ. ഓക്കെ, പായസം നല്ല വേണ്ടമായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിന് എത്രയായിരുന്നു ഇതിൻ്റെ ചാർജ്? ഇത്രയും സാധനങ്ങൾക്ക് ഫ്രഷ് ടു ഹോം. ഇതാ ഓണത്തിന് സാധനം മേടിക്കാൻ പോവാതെ എല്ലാം വീട്ടിലെത്തി ഓൺലൈനിലായിട്ട്. എന്താ വില ഇതിന് സിദ്ധു? 96 ദിറം ആണ് ഇത്രയും സാധനത്തിൻ്റെ വില. അപ്പോൾ ഹാപ്പി ഓണം എല്ലാവർക്കും. എൻ്റെ ഹാപ്പി ഓണം. നിങ്ങളെല്ലാവരും നല്ല ഫ്രഷ് പച്ചക്കറിയൊക്കെ അങ്ങനെ നാട്ടിൽ ആണെങ്കിൽ എല്ലാവരും മേടിച്ച് കാണും അല്ലേ? ബാക്കിയുള്ള സ്ഥലത്ത് ഇതുപോലെ റെഡിമെയ്ഡ് ഒരു സദ്യ സ്ഥലങ്ങളും ഉണ്ട്. പക്ഷേ ഈ കുട്ടികൾ പറഞ്ഞ് അവിടെ പോയി മണിക്കൂറുകളോളം 2 മണിക്കൂർ 3 മണിക്കൂർ കാത്തു കെട്ടി നിൽക്കണം എന്ന് അവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പറ്റില്ല, അവർക്ക് അത്ര നേരമൊന്നും നിൽക്കാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഓൺലൈനിൽ കൂടി ഈ ഫ്രഷ് ടു ഹോം എന്ന് പറഞ്ഞ ആ സ്ഥലത്തുനിന്ന്
മേടിച്ചത്. അപ്പോൾ ഇനി ആർക്കെങ്കിലും മേടിക്കണമെങ്കിൽ അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് ഓണത്തിന് ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങട്ടെ. 4 പേർക്കുള്ളതാണ് എല്ലാം. ഇഞ്ചിക്കറി, മാങ്ങക്കറി, എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ ഉണ്ടാക്കാം. നമുക്ക് അവിയലുണ്ടാക്കാം, സാമ്പാർ ഉണ്ടാക്കാം. പക്ഷേ ഈ ക്യാബേജ് 2 പാക്കറ്റ് അത് കുറച്ച് കൂടിപ്പോയി. കാരണം ഒരു പാക്കറ്റ് ധാരാളമാണ്. അത്ര ഇഷ്ടമുള്ളവരല്ല ഞങ്ങളൊക്കെ. വെള്ളരി കേൾക്കുന്നത് എല്ലാം നല്ല ഫ്രഷ് പച്ചക്കറികളാട്ടോ, എല്ലാം നല്ല സാധനങ്ങളാണ്. ആ ബീട്രൂട്ട് മാത്രമേ ഉള്ളൂ ഒരിത്തിരി ഇതാന്ന് പറയാനായിട്ട്. ഓക്കെ, പൂവൊഴിച്ച് ബാക്കി എല്ലാം ഉണ്ട്. പൂവും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഓണം അടിപൊളിയായേനെ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ എല്ലാവർക്കും ഹാപ്പി ഓണം. ഈ ഇത്രയും സാധനങ്ങളുടെ എല്ലാത്തിൻ്റെയും കൂടെ വില ഞങ്ങൾക്ക് അയക്കണത് 96 ദിറമാണ് കേട്ടോ. ഞാൻ നേരത്തെ 96 98 എന്തോ പറഞ്ഞായിരുന്നു. വെറും രൂപയല്ല, 96 ദിറം, അതായത് 1112 രൂപയുടെ സാധനങ്ങളാണ്. പായസം മാത്രം ഉണ്ടാക്കണ്ട കേട്ടോ. 3 കുപ്പി, 4 എന്നാണ് പറഞ്ഞിരുന്നത്, പക്ഷേ 3 കിട്ടിയുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ഉണ്ടാക്കണം. ഏതായാലും മെയിൻ പണി ഒഴിഞ്ഞു കിട്ടി, പായസം ഉണ്ടാക്കൽ. പിന്നെ ഒരു ചെറിയ പാൽപ്പായസം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയാൽ മതിയല്ലോ. കരിവേപ്പില എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഫ്രഷ് കരിവേപ്പില, എല്ലാ സാധനങ്ങളും ഫ്രഷ് തന്നെയാണ്. പറയാനായിട്ട് വേറൊരെണ്ണം കൊണ്ട് കേട്ടോ, സേമിയ പായസത്തിനുള്ള സാധനം കൂടെ ഉണ്ട്. അപ്പോൾ പിന്നെ അത് 2 കൂട്ടം പായസമായി. അപ്പോൾ ഇത് ഇട്ടിട്ട് അങ്ങോട്ട് റെഡി മിക്സാണ്. അത് പാലിൽ അങ്ങോട്ട് കലക്കിയാൽ മാത്രം മതി. പാലും വേണമെന്നില്ലായിരിക്കും ചിലപ്പോൾ അല്ലേ റെഡി മിക്സിൽ. നോക്കട്ടെ, എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതിനകത്ത് തന്നെ. സാമ്പാറിൻ്റെ കഷ്ണം ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക്. ഇത് 2 അവിയലിൻ്റെ ആണോ അറിഞ്ഞൂടാ. ഏതായാലും അടിപൊളി. ഇത് ആഡൊന്നും അല്ല കേട്ടോ. ഇത് ഞങ്ങൾ വരുത്തിയപ്പം ഇത്രയും സാധനങ്ങൾ നല്ല ഫ്രഷ് സാധനങ്ങൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതുകൊണ്ട് അവർക്കൊരു നന്ദി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് ആഡൊന്നുമല്ല. ഫ്രഷ് ടു ഹോമിൽ നിന്നാണ്. ഇവിടെ എവിടെയെല്ലാം ഉണ്ടെന്നറിയാമോ? അബുദാബി, ദുബായ്, ഷാർജ, അജ്മാൻ, അൽ ക്വൈൻ, റാസൽ ഖൈമ ആൻഡ് പുജിയറിച്ച. എന്താടാ എഴുതിക്കണേ? ഫ്യുജാറ. തെറ്റായിട്ട് പറഞ്ഞു, ഫ്യുജാറ. ഇത്രയും സ്ഥലങ്ങൾ അവരുടെ ബ്രാഞ്ച് ഉണ്ട്. ഓർഡർ ഓൺലൈൻ ആറ്റ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. ഈ വർഷം ഏതായാലും ഓണം ആയിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത വർഷം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫ്രഷ് ടു ഹോം.